ഹലോ മക്കളെ, പിന്നെ ഇന്ന് നമ്മൾ കെമിസ്ട്രി SSLC കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. മലയാളം മീഡിയം കുട്ടികൾക്കും വേണമെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ വരുന്നതൊക്കെ ഒരു ഐഡിയ കിട്ടും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മലയാളത്തിലാണ് കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ ഏകദേശം അവർക്കും മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോ കാർബൺ ഇസ് ഗിവൺ ബിലോ. താഴെ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഘടന കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ. പ്രധാന ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം ഇവിടുത്തെ പ്രധാന ചെയിൻ ഏതാണെന്ന് കണ്ടെത്തണം. ഇതാണ് ഇവിടുത്തെ പ്രധാന ചെയിൻ. റെഡിയല്ലേ? ഇനി ഐഡൻറ്റിഫൈ ദ പൊസിഷൻ നമ്പേഴ്സ് ഓഫ് ബ്രാഞ്ചസ്. ഇപ്പോൾ മക്കളെ, ഈ ഒരു തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏത് ടൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ്? യെസ്, ഹൈഡ്രോ കാർബൺ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ചസ്. ആ കേസല്ലേ? അപ്പോൾ അങ്ങനെ ആ കേസിൽ നമ്മൾ നമ്പർ ഇടാൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന്, മെയിൻ ചെയിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ഇടണം. എന്നിട്ട് ബ്രാഞ്ചുകളുടെ പൊസിഷൻ നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും ലീസ്റ്റ് ടോട്ടൽ ഏതാണോ കിട്ടുന്നത് അതായിരിക്കും ശരിയായ നമ്പറിങ്. ശരിയായ നമ്പറിങ് കിട്ടിയാലേ നമുക്ക് ബ്രാഞ്ചുകളുടെ പൊസിഷൻ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അത് പ്രകാരം നമ്മൾ ശരിയായ നമ്പറിങ് വരിക ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. 1 2 3 4 5 6 ഇതാണ് ശരിയായ നമ്പറിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്രകാരം ബ്രാഞ്ചുകൾ വരുന്ന പൊസിഷൻസ് ഏതൊക്കെയാണ് മക്കളെ? 2ലും അതുപോലെ 4ലുമാണ്. റെഡിയല്ലേ? ഇനി ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദ മെയിൻ ചെയിൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദ മെയിൻ ചെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഉണ്ട് മക്കളെ? ടോട്ടൽ 6 ആണ്. ഓക്കെ, ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം ഏതാ ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും പേര് വരിക? 2,4 ഹൈഫൺ ഡൈമിഥൈൽ ഹെക്സെയിൻ. റെഡിയല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. 2,4 ഡൈമിഥൈൽ ഹെക്സെയിൻ. ഈ ഡി ക്യാപിറ്റലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സം ഇൻഫർമേഷൻസ് അബൌട്ട് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. റെഡി? സം ഇൻഫർമേഷൻ അബൌട്ട് സം ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ. ഒന്നാമത്തെ ചോദ്യം, ഇറ്റ് ഹാസ് 3 കാർബൺ ആറ്റംസ് ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ. അത് ചോദ്യമല്ല, ചോദ്യത്തിൻ്റെ ഭാഗമാണ്, സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ ടോട്ടൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് ഹാസ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഇറ്റ് സെക്കൻഡ് കാർബൺ. രണ്ടാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 കാർബൺ വരയ്ക്കും. 1 2 3. അതിനിടയിൽ സിംഗിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ഇനി അവർ പറയാണ് രണ്ടാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാർബണിൽ നമുക്ക് ആരെ കൊടുക്കാം? OH കൊടുക്കാം. റെഡി? ഇനി ക്വസ്റ്റ്യൻ എ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറയുന്നത്. അത് പ്രകാരം നമ്മൾ ഏകദേശം വരച്ചു. ഇനി ഇതിൻ്റെ വാലൻസി, സംയോജകത കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ കാർബണിന് ചുറ്റും ഒരു ബോണ്ടേ ഉള്ളൂ. ഇനി എത്ര ഹൈഡ്രജൻ കൊടുക്കണം? 3 ഹൈഡ്രജൻ. ഇനി അതുപോലെ ഇവിടെ എത്ര ഹൈഡ്രജൻ ഒരു മക്കളെ? 1 ഹൈഡ്രജൻ. ഇവിടെയോ? 3 ഹൈഡ്രജൻ. ഇതായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. റൈറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ എണ്ണി നോക്കുക, എത്ര കാർബൺ ഉണ്ട്? 1 2 3 C3. എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? 3 4 7 8. സോ H8. എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ. C3H8O എന്ന് കിട്ടും. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഫങ്ഷണൽ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട് ആൻഡ് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് ഐസോമർ. യെസ്, നമ്മൾ പറയുന്നത് ഇതേ ഇപ്പോൾ നമ്മൾ മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഓർഗാനിക് കോമ്പൗണ്ടില്ലേ, ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഒരു ഫങ്ഷണൽ ഐസോമറിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് അതിൻ്റെ IUPAC നെയിം എഴുതാൻ പറയുന്നുണ്ട്. മക്കളെ, ഈ ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും ആൻഡ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഈ കേസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് OH അല്ലേ? OHൻ്റെ കൂടെ ഐസോമറായിട്ട് വരുന്ന, പെയറായിട്ട് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഇതാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈത്തർ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായിരിക്കും എൻ്റെ ഫോർമുല വരിക മക്കളെ? ഈത്തർ ആണെങ്കിൽ എന്തായിരിക്കും ഫോർമുല വരിക? ഏകദേശം ഈ രീതിയിലല്ലേ വരിക? നോക്കൂ, CH3O CH2 CH3. റെഡിയല്ലേ? ഇതാണ് അതിൻ്റെ ഫങ്ഷണൽ ഐസോമർ. ഓക്കെ അല്ലേ? ബാക്കിയുള്ള ആൻസറൊക്കെ ശരിയല്ല മക്കളെ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്ട്രക്ചർ ഓഫ് എൻ ആൽക്കൈൻ ഈസ് ഗിവൺ. ഒരു ആൽക്കൈൻ്റെ സ്ട്രക്ചർ തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം. ഇതിൻ്റെ IUPAC നെയിം ഏതാണ് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ നോക്കുക, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രിപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ട് വരുന്ന സമയത്ത് നമ്മൾ നമ്പറിങ് കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്? യെസ്, ട്രിപ്പിൾ ബോണ്ടിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്പറിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ നമ്പറിങ് വരെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. 1 2 3 4. അപ്പോൾ എത്ര കാർബൺ ഉണ്ട് മക്കളെ ടോട്ടൽ? മോളിക്കുലാർ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. 4 കാർബൺ, C4. എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കൂ? H6, C4H6. റെഡി അല്ലേ? റൈറ്റ് ദ IUPAC നെയിം. ഇതിൻ്റെ IUPAC നെയിം ഏതാ ചോദിക്കുന്നുണ്ട്. എന്താ മക്കളെ IUPAC നെയിം വരിക? But 1I. റെഡി അല്ലേ? ശരിയാണോ നോക്കൂ? യെസ്, C4H6. റെഡിയാണല്ലോ? ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൺ. ഇനി ഇതാ ഒരു സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ? മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ചെയിൻ കണ്ടെത്തണം. ഇതിൻ്റെ മെയിൻ ചെയിനായിട്ട് ഏതാ വരിക മക്കളെ? ഈ സ്ട്രെയിറ്റ് ചെയിൻ തന്നെയല്ലേ മെയിൻ ചെയിൻ? യെസ്. അപ്പോൾ എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? 5. വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്? ബ്രാഞ്ച് വരുന്ന എത്രാമത്തെ പൊസിഷനിലാണ് മക്കളെ? 1 2 3 4 5. എത്രാമത്തെ പൊസിഷനിലാണ്? 3. മൂന്നാമത്തെ പൊസിഷനിലാണ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം ഏതാണ് പറയുന്നത്? എന്താ വരിക മക്കളെ? 3-methyl pentane. 3-methyl pentane. ശരിയാണോ നോക്കൂ? ഓക്കെ, റെഡി അല്ലേ? പിന്നെ ഈ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ നമ്മൾ IUPAC നെയിം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ എന്തിൽ എഴുതണം? ക്യാപിറ്റൽ എഴുതണം കേട്ടോ. 3-methyl. പിന്നെ അതിനിടെ സ്പേസ് ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതി വെക്കുക കേട്ടോ, പെൻറ്റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. 2 ഓർഗാനിക് കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് ഫസ്റ്റ് കോമ്പൗണ്ട്. ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം ഏതാണ് പറയുന്നത്? എന്തായിരിക്കും മക്കളെ ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം വരിക? ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ്? ആൽക്കോക്സി ഗ്രൂപ്പാണ്. ആൽക്കോക്സി ഗ്രൂപ്പ് വന്നാൽ നമ്മൾ ഏത് രീതിയിലാണ് പേര് എഴുതുക മക്കളെ? IUPAC നെയിം എങ്ങനെ വരിക? ആൽക്കോക്സി ആൽക്കെയിൻ. ഏത് രീതിയിലാണ് പേര് വരിക? ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ പേര് നമ്മൾ എഴുതുക? ആൽക്കോക്സി ആൽക്കെയിൻ. ഈ ഫോർമാറ്റിലെ പേര് വരിക മക്കളെ. ആരായിരിക്കും ഇവിടുത്തെ ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് വരിക? യെസ്, ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് വരിക നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഏത് സൈഡിലാണോ കാർബണിൻ്റെ എണ്ണം കുറവ്, ചെറിയ ചെയിൻ ഏതാണോ അതിനെയാണ് നമ്മൾ ആൽക്കോക്സി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഈ സൈഡിലല്ലേ കാർബണിൻ്റെ എണ്ണം കുറവ്? എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. അപ്പോൾ 1 കാർബൺ ആണെങ്കിൽ അതിനെ നമുക്ക് അത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണ് മക്കളെ വരിക? മിഥൈൽ അല്ലേ? സോ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം? മിത്തോക്സി. മിത്തോക്സി ഈഥെയിൻ എന്നാണ് ഇതിൻ്റെ പേര് വരിക കേട്ടോ, മിത്തോക്സി ഈഥെയിൻ. ഇനി ദീസ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? ഇവർ രണ്ടുപേരും ഐസോമേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. എങ്ങനെയാണ് നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഐസോമർ ആണോ അല്ലേ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക? അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല കണ്ടെത്തണം. ഈ കേസിൽ മോളിക്കുലാർ ഫോർമുല എന്താ മക്കളെ? C3H8O ആണ്. ഇവിടെയോ C3H8O ആണ്. ശരിയല്ലേ? സോ നമുക്ക് പറയാം ഇവർ രണ്ടുപേരും ഐസോമേഴ്സ് ആണ്. എന്തുകൊണ്ട്? ബിക്കോസ് ദേ ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഈസ് എക്സിബിറ്റഡ് ബൈ ദം? അവർ ഷോ ചെയ്യുന്ന ഐസോമറിസം ഏതാണ്? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഏതാ ഐസോമറിസം വരെ മക്കളെ? ഫങ്ഷണൽ ഐസോമേഴ്സ്. ഏതാണ്? ഫങ്ഷണൽ ഐസോമറിസം. അടുത്തത് D, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദി സെക്കൻഡ് കോമ്പൗണ്ട്. ഈ സെക്കൻഡ് കോമ്പൗണ്ടിൻ്റെ പൊസിഷൻ ഐസോമർ വരയ്ക്കാനാണ് പറയുന്നത്. പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലാർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെയിം മോളിക്കുലാർ ഫോർമുലയുള്ള, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് OH തന്നെ ആയിരിക്കണം. എന്തിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ? അതിൻ്റെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒന്നാമത്തെ കാർബണിലാണ് OH വരുന്നത്. നമ്മൾ എത്രാമത്തെ കാർബണിലേക്ക് ആക്കി കൊടുത്താൽ മതി മക്കളെ? സെക്കൻഡ് കാർബൺ. അതാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ. റെഡിയിൽ ഇതാണ് അതിൻ്റെ പൊസിഷൻ ഐസോമർ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. CH3 CH2 CH2 CH CH3 പിന്നെ ഒരു CH3 കൂടി വരുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ? ഇതിൻ്റെ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ പോസിബിൾ, അതായത് മെയിൻ ചെയിൻ, മുഖ്യ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, എങ്ങനെ എണ്ണിയാലും നമുക്ക് കിട്ടുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ എത്രയായിരിക്കും മക്കളെ? ഇതല്ലേ ഇവിടുത്തെ ലോങ് ചെയിനായിട്ട് വരിക? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടുത്തെ ലോങ് ചെയിനായിട്ട് വരുന്നത് ഇതാണോ? യെസ് അല്ലേ? ടോട്ടൽ എത്ര വരുന്നത് മക്കളെ? 5.
5 കാർബൺ. റെഡിയല്ലേ? ഗീവ് ദ നെയിം ഓഫ് ദ ബ്രാഞ്ച്. ഇവിടുത്തെ ബ്രാഞ്ച് ഏതാണ്? ബ്രാഞ്ചിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ? മിഥൈൽ. എന്താണ്? മിഥൈൽ. വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്? എത്രാമത്തെ കാർബണിലാണ് മക്കളെ ബ്രാഞ്ച് വരുന്നത്? യെസ്, ഇറ്റ് ഈസ് സെക്കൻഡ് പൊസിഷൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. എന്താ വരിക? 2-methyl pentane. 2-methyl pentane. റെഡിയല്ലേ? അടുത്തത് ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ്. CnH2n+2 എന്ന് പറഞ്ഞാൽ ആൽക്കെയിൻ ആണെങ്കിൽ CnH2n-2 എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ആൽക്കൈൻ. എന്താണ് വരിക? ആൽക്കൈൻ. ഒന്നാമത്തെ ആൽക്കെയിൻ ആണെങ്കിൽ രണ്ടാമത്തെ ആൽക്കൈൻ ആണ് കേട്ടോ. മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക എല്ലാവരും. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ് പറയുന്നത്. CHO ഈസ് ഈക്വൽ ടു ആൽഡിഹൈഡ്. CHO ഈസ് ഈക്വൽ ടു ആൽഡിഹൈഡ് ആണ്. CO ഈസ് ഈക്വൽ ടു ഡാഷ്. എന്തായിരിക്കും മക്കൾ റിലേഷൻ? മുകളിൽ ആൽഡിഹൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കോമൺ നെയിം അല്ലേ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CO എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ നിങ്ങൾ എഴുതേണ്ടത്? കീറ്റോൺ. ആൻസർ എന്താ വരിക? കീറ്റോൺ. കോമൺ നെയിമാണ് ചോദിക്കുന്നത് കേട്ടോ. അടുത്തത് സിംഗിൾ ബോണ്ട് ഈസ് ഈക്വൽ ടു എയിൻ, ട്രിപ്പിൾ ബോണ്ട് ഈസ് ഈക്വൽ ടു ഡാഷ്. എന്താ വരിക മക്കളെ? ഐൻ. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട് ആൻഡ് ഫൈൻഡ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദം. താഴെ കൊടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കേസ് ഹെക്സനാൾ ആണ്. ഒന്നാമത്തെ കേസ് ഏതാണ്? ഹെക്സനാൾ. ഞാൻ പെട്ടെന്നൊന്ന് വരയ്ക്കാം കേട്ടോ. ഹെക്സനാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം. ഹെക്സനാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് റൂട്ടിൽ എത്ര കാർബൺ ഉണ്ടായിരിക്കും? ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 അല്ലേ? സോ ആദ്യം 6 കാർബൺ ആയിരിക്കും. 1 2 3 4 5 6. ഇനി അതിനിടയിൽ സിംഗിൾ ബോണ്ട് കൊടുക്കുക. റെഡി? ഇനി ഹെക്സനാൽ. ആൽ വരിക ഏത് സമയത്താണ് മക്കളെ? നമ്മൾ ഈ ആൽ എന്ന് പറയുന്ന സഫിക്സ് വരുന്നത് ഏത് ഫങ്ഷൻ ഗ്രൂപ്പിലാണ്? ആൽഡിഹൈഡിലാണ്. സോ അത് ആൽഡിഹൈഡാണ് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്? ആൽഡിഹൈഡ്. CHO ആണ്. റെഡി? അപ്പോൾ CHO നമ്മൾ എവിടെ കൊടുക്കണം? പൊസിഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ലാസ്റ്റിലാണ് ഈ CHO ഗ്രൂപ്പുകൾ വരിക കേട്ടോ. ബാക്കി നമ്മൾ വാലൻസി കംപ്ലീറ്റ് ചെയ്യുക. എന്താ വരിക? CH3, CH2, 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 CHO. റെഡിയല്ലേ? ഇനി അടുത്ത കേസ് പ്രൊപ്പനോൺ. രണ്ടാമത്തെ കേസ് ഏതാണ്? പ്രൊപ്പനോൺ ആണ്. പ്രൊപ്പനോൺ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ ഓൺ എന്ന് പറയുന്ന സഫിക്സ് വരുന്നത് ഏത് കേസിലാണ് മക്കളെ? കീറ്റോ ഗ്രൂപ്പ് വരുമ്പോഴല്ലേ. സോ പ്രൊപ്പനോണിൻ്റെ ഫോർമുല എന്തായിരിക്കും എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തായിരിക്കും പ്രൊപ്പനോണിൻ്റെ പ്രത്യേകത ഉണ്ട്. പ്രൊപ്പനോണിൽ 3 കാർബൺ ഉണ്ടാവുക. പിന്നെ ഈ CO എന്ന് പറഞ്ഞാൽ ബൈവാലൻ ഫങ്ഷൻ ഗ്രൂപ്പാണ്. സോ അതിൻ്റെ ഫോർമുല വരെ ഇങ്ങനെയാണ്: CH3 CO CH3. 3ൽ കൂടുതൽ കാർബൺ വരുന്ന സമയത്താണ് നമ്മൾ ഈ കീറ്റോ ഗ്രൂപ്പിൽ പൊസിഷൻ പറയേണ്ടത്. സോ ഇതായിരിക്കും അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചറൽ ഫോർമുല. ഇനി ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? CO ആണ്. റെഡിയല്ലേ? അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ 2,3 ഡൈഫ്ലൂറോ ഹെക്സെയിൻ ആണ്. 2,3 ഡൈഫ്ലൂറോ ഹെക്സെയിൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും മക്കളെ? ആദ്യം നമ്മൾ നോക്കാം വേർഡ് റൂട്ട് ഹെക്സ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കാർബൺ ഉണ്ടാവും? 6 കാർബൺ. 1 2 3 4 5 6. ഇനി അവർ പറയുന്നത് എല്ലാം സിംഗിൾ ബോണ്ട് തന്നെയാണ്. ഹെക്സെയിൻ എന്ന് കാണണ്ടല്ലോ, അപ്പോൾ സിംഗിൾ ബോണ്ട് ആയിരിക്കും. സിംഗിൾ ബോണ്ട്. ഓക്കെ. ഇനി ചെയ്യേണ്ടത് 2,3 ഡൈഫ്ലൂറോ. രണ്ടാമത്തെ പൊസിഷൻ ഫ്ലൂറോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഫ്ലൂറോ ആണ്. എത്രാമത്തെ പൊസിഷനിലാണ് മക്കളെ വരുന്നത്? 2ലും 3ലും. അപ്പോൾ നമ്പർ നമ്മൾ ഇവിടുത്തെ കൊടുക്കുകയാണ്. ഇത് 1 ആണ്, ഇത് 2, ഇത് 3 ആണെങ്കിൽ സോ ഇങ്ങനെയാണ് നമ്പറിങ് വരിക. എത്രാമത്തെ പൊസിഷനിലാണ് ഫ്ലൂറിൻ വരുന്നത്? 2ൽ വരുന്നുണ്ട്, പിന്നെ അതുപോലെ 3ലും വരുന്നുണ്ട്. റെഡിയല്ലേ? ഇനി ബാക്കി നിങ്ങൾ ബാലൻസി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സ്ട്രക്ചർ കിട്ടും. CH3 ഇവിടെ CH2 എന്ന് വരും, ഇവിടെയും CH2 എന്ന് വരും, ഇവിടെ CH എന്ന് വരും, ഇവിടെയും CH വരും, ഇവിടെ CH3 വരും. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഫ്ലൂറിൻ ആണ്, ഹാലോ ഗ്രൂപ്പ്. റെഡിയല്ലേ? ഓക്കെ. ഇനി ലാസ്റ്റ് ഇത് നോക്കാം. മെത്തോക്സി പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ ആൽക്കോക്സി ആൽക്കൈനിൻ്റെ ഫോർമാറ്റ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരായിരിക്കും മക്കളെ? O എന്ന് പറഞ്ഞാൽ ആൽക്കോക്സി ഗ്രൂപ്പ്. ഇനി മെത്തോക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ആൽക്കോക്സി ആൽക്കൈനിൽ ആൽക്കോക്സി എന്ന പേര് ആർക്കാ കൊടുക്കുക? നമ്മൾ
ഏറ്റവും നീളം കുറഞ്ഞ ചെയിനാണ്. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്ന മിത്തോക്സി എന്നാണ്. അതിൽ എത്ര കാർബൺ ഉണ്ട് മക്കളെ? ഒരു കാർബൺ അല്ലേ? അപ്പോൾ ഇത് CH3. ഇനി അപ്പുറത്ത് പ്രൊപ്പെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര കാർബൺസ് ഉണ്ടായിരിക്കും? CH2 CH2 CH3. ഇതാണ് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. ആൻഡ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ആൽക്കോക്സി ഗ്രൂപ്പ്. റെഡി അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക. തന്നിരിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ പരിശോധിക്കുക. ഇതാ കുറച്ച് ഏകദേശം 6 ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഐസോമർ ജോഡികൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ ഐസോമർ പെയർ എന്നാണ് പറയുന്നത്. മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോർമുല ഒക്കെ എഴുതി വെക്കണം. ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേന് C5H12 ആണ്, രണ്ടാമത് C3H8O, മൂന്നാമത് C3H7Cl, നാലാമത്തത് C3H8O, അഞ്ചാമത് C5H12, ആറാമത് C3H7Cl. ഏകദേശം ഈ മോളിക്കുലാർ ഫോർമുല കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആരൊക്കെയാണ് ഐസോമർ എന്നുള്ളത്. നിങ്ങൾ പറ, ആരൊക്കെയാണ് ഇവിടുത്തെ ഐസോമർ മക്കളെ? ഒന്നും പിന്നെ ആരുമായിരിക്കും? ഒന്നിൻ്റെ കൂടെ ആരുണ്ടാകും? നിങ്ങൾ പറ. ഒരു C5H12 എന്ന് പറയുന്ന മോളിക്കുലാർ ഫോർമുല വേറെ ആരൊക്കെയാണ് ഉള്ളത്? യെസ്, 5നല്ലേ? സോ 1ഉം 5ഉം ഐസോമറുകളാണ്. അതുപോലെ 2ഉം 4ഉം സെയിം മോളിക്കുലാർ ഫോർമുലയല്ലേ? ഇനിയുണ്ടോ? ഉണ്ട്. ഏതാ മക്കളെ? 3ഉം 6ഉം. റെഡിയാണ്. ഫങ്ഷണൽ ഐസോമർ ജോഡി ഏതാണ്? ഇതിലെ ഫങ്ഷണൽ ഐസോമർ ജോഡി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഫങ്ഷണൽ ഐസോമർ ഏതാണ്? ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പിന്നെയോ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഏതായിരിക്കും മക്കൾ? നിങ്ങൾ പറ. ഏതാണ്? 2ഉം 4ഉമാണ്. ഏതാണ്? 2ഉം 4ഉം. ഓക്കെ അല്ലേ? അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. ശരിയാണോ നോക്കൂ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുകയാണ്: ഗിവൺ ബിലോ ഈസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ. വാട്ട് ഇസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോകാർബൺ? ഈ തന്നിരിക്കുന്നതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണെന്ന് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണി നോക്കുക. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെ എണ്ണം എണ്ണി നോക്കിയാൽ മതി. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് മക്കളെ? നോക്കൂ. ഇതിലെ മെയിൻ ചെയിൻ ഏതായിരിക്കും? ഇതല്ലേ ഇവിടുത്തെ മെയിൻ ചെയിൻ? യെസ്. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 7. C7H എത്ര മക്കളെ? 16 അല്ലേ? നെയിം ദ ബ്രാഞ്ച് പ്രസൻറ്റ്. ഇവിടുത്തെ ബ്രാഞ്ച് ഏതാണെന്ന് കണ്ടെത്താം. അപ്പം ബ്രാഞ്ച് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മെയിൻ ചെയിൻ കണ്ടെത്തണം. മെയിൻ ചെയിനിൽ ഉൾപ്പെടാത്ത ആളെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രാഞ്ച് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ബ്രാഞ്ച് ഏതാണ്? CH3 ആണ്. സോ ഇറ്റ് ഈസ് മിഥൈൽ. ഏതാണ്? മിഥൈൽ. റൈറ്റ് ഡൗൺ ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. എന്താ മക്കളെ IUPAC നെയിം വരിക? അപ്പോൾ നമ്പറിങ് കൊടുക്കണ്ടേ? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6. എന്താ വരിക? 3-methyl hexane. 3-methyl hexane. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ മക്കളെ. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. ഇവിടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാ മക്കളെ? O എന്ന് പറഞ്ഞാൽ ഏതാ? ആൽക്കോക്സി ഗ്രൂപ്പ്. വാട്ട് ആർ ദി കോമ്പൗണ്ട്സ് വിത്ത് ദ ഗിവൺ ഫങ്ഷണൽ ഗ്രൂപ്പ് കോമൺലി കോൾഡ്? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? ഈഥർ. എന്താണ്? ഈഥർ. റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ഫോർമുല വിത്ത് ഫങ്ഷണൽ ഐസോമർ ആൻഡ് ഇറ്റ്സ് IUPAC നെയിം. ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഐസോമറിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറയുന്നത്. ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ കൂടെ ഫങ്ഷണൽ ഐസോമറായിട്ട് വരുന്നത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? അത് OH ആണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരച്ചു കൊടുത്താൽ മതി? OH ഉള്ളൊരു കോമ്പൗണ്ട് വരച്ചു കൊടുത്താൽ മതി. എന്താ പറയുക? CH3 CH2 OH. നോക്കൂ, മോളിക്കുലാർ ഫോർമുല ചെക്ക് ചെയ്ത് നോക്കൂ മക്കളെ. C3H8O. ഇവിടെയോ? C3H8O. രണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സോ അവരെന്താണ്? ഫങ്ഷണൽ ഐസോമറുകളാണ്. റെഡി അല്ലേ? യെസ്, ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ആൽക്കൈനിൻ്റെ ജനറൽ ഫോർമുല എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സിലബസിൽ പഠിക്കാനില്ല. സോ ഇതാണ് ആൽക്കൈനിൻ്റെ ജനറൽ ഫോർമുല. ഇത് ആരുടേതാ മക്കളെ? ഇത് ആൽക്കൈൻ. ഇതോ? ഇത് വരുന്നത് ആൽക്കൈൻ. റെഡിയല്ലേ? ഇത് നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. OH എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഗിവ് ഇറ്റ്സ് IUPAC നെയിം. IUPAC നെയിം ഏതാണ് പറയുക? അപ്പോൾ നമ്പർ ഇടണം.
രണ്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കണ്ടേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ. പേരെന്ത് വരും? പ്രൊപ്പൻ 1-ol. പ്രൊപ്പൻ 1-ol. അത് നമുക്ക് പ്രൊപ്പനോൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, പ്രൊപ്പൻ 1-ol. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ചോദ്യം സിമ്പിളാണ്. എന്തൊക്കെ ചെയ്യണം? റൈറ്റ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾ A-B-C ആയിട്ട് ഉത്തരം എഴുതി വെക്കുക കേട്ടോ. ഓക്കെ. ഫിൽ അപ്പ് സ്യൂട്ടബിളി. മക്കളെ OH എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ COH എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം ഇവിടെ? കാർബോക്സിൽ ഗ്രൂപ്പ്. ഇതാണ് കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതണ്ട കേട്ടോ. ഓക്കെ, ഒരു ചോദ്യമുണ്ട് ഇവിടെ. ഈ ചോദ്യത്തിൽ നമ്മോട് ചോദിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഐസോമറിക് പെയർസ് ഏതൊക്കെയും ചോദിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഓരോന്നിൻ്റെയും മോളിക്കുലാർ ഫോർമുല നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റ് കേസിൽ എന്താ മോളിക്കുലർ ഫോർമുല? C2H6O. രണ്ടാമത്തെ കേസിൽ എന്താ മക്കളെ വരിക? C3H8O. മൂന്നാമത്തേലോ C3H8O. നാലാമത്തേലോ C2H6O. പറ, ഇവിടെ ഏതൊക്കെയാണ് ഐസോമർ പെയർ? 1ഉം 4ഉം ഐസോമറുകളാണ്, 2ഉം 3ഉം ഐസോമറുകളാണ്. വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് CH3OCH3? CH3OCH3യിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോമർ അല്ല ചോദിച്ചത് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഏതാ മക്കളെ? ആൽക്കോക്സി ഗ്രൂപ്പ്. ഏതാണ്? ആൽക്കോക്സി ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്ട്രക്ചർ ഓഫ് എൻ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൺ. ഈ സ്ട്രക്ചർ എല്ലാവരും ഓർമ്മയില്ലേ? ഏതാണ് ഈ കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പേരെന്താ മക്കളെ? ബെൻസീൻ. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ ടോട്ടൽ കാർബണിൻ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും കൂട്ടി എഴുതാനാണ് പറയുന്നത്. ആൻസർ C6H6. റെഡി? 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി ലെറ്റസ് SS ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ലെറ്റസ് SSൽ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഇതേപോലെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പബ്ലിക് എക്സാമിനൊക്കെ. പിന്നെ ഇതുപോലെ തന്നിട്ട് ഇതിൻ്റെ IUPAC നെയിം എഴുതാൻ ചോദിക്കാറുണ്ട്. നല്ല ക്വസ്റ്റ്യൻസാണ്, ഒന്ന് ശ്രമിച്ച് നോക്കണം. പിന്നെ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. പിന്നെ 5ാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതിലേത് ടൈപ്പ് ഓഫ് ഐസോമറസ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഐസോമറിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോർമുല എഴുതണം കേട്ടോ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്തത് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൺ. സെയിം ഇതും ഐസോമറിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ലെറ്റസ് SSൻ്റെ ആൻസേഴ്സ് ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അതും കൂടി ഇവിടെ ചെയ്യുകയാണെങ്കിൽ വലിയ ലെങ്തി വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ കൂടുതലായിട്ടും വരാറ് കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.